ഇന്ന് രാവിലെ മക്കളെ സ്കൂളിൽ പറഞ്ഞിട്ട് ഞാനും ഇറങ്ങാട്ടോ മുക്കത്തേക്ക്. എന്തിനാണെന്നറിയോ, വേദികയിലൊന്ന് പോകണം, വേദിക തുണി ഷോപ്പിലേക്ക് പോകണം. എന്തിനാന്ന് വെച്ചാൽ ഇന്നലെ എടുത്ത ഡ്രസ്സ് മാറ്റിക്കണേ. ഇന്നലത്തെ ഡ്രസ്സ് പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് വാങ്ങിയ ഡ്രസ്സും ഒരേ കളർ. അപ്പം എൻ്റെ അനിയത്തിയോളും ഇന്നെ ചീത്തറിയും, എൻ്റെ അമ്മയും ചീത്ത, പിന്നെ മാപ്പിളയും ചീത്തറിയും. അപ്പോൾ പിന്നെ അത് മാറ്റിച്ചില്ലേ. പിന്നെ ആണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ വിചാരിക്കും എല്ലാ കല്യാണത്തിനും ഒരേ കളറായാലേ നമുക്ക് ഇതേ ചുരിദാറുള്ളൂ എന്ന് വിചാരിക്കൂലേ. അപ്പോൾ പിന്നെ മാറ്റിക്കണമല്ലോ. അങ്ങനെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ വർക്കും പിഡ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമല്ല. ഏതാനും വേദിക പോയി മാറ്റി ഇങ്ങോട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ ഒരു ഷാളുള്ളൊരു ഷോപ്പ്, ഷാള് മാത്രമുള്ളൊരു ഷോപ്പാട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളും എല്ലാ കളറിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ റേറ്റ് ഞാൻ നോക്കിയിട്ടില്ല. റേറ്റ് ഞാൻ ഒരു പറഞ്ഞ റേറ്റ് അങ്ങോട്ട് കൊടുത്തതിന് റേറ്റ് കുറവുണ്ടോ അല്ലേ കൂടുതലാണോന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ നോമ്പ് നോറ്റിട്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വീട്ടിൽ ഇതാക്കുന്ന മൾബറി കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചുമന്ന മൾബറി കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. അപ്പോൾ ഓല് അത്ര വീര്യല്ല. ഇത് നമ്മളെ വീട്ടിൽ എന്തോ കായ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വീര്യം ഉണ്ടാവില്ലല്ലോ. മറ്റുള്ളവർക്ക് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കില്ല. അതുപോലെ ഞങ്ങളെ വീട്ടിൽ ഈ സാധനത്തിന് ഭയങ്കര ഡിമാൻഡ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിട്ട് നല്ല ചുമന്ന് കുറച്ച് കൂടുതൽ ഇങ്ങനെ പറിച്ചെടുക്കുക കേട്ടോ. മരത്ത് വന്ന് കുറേ ഉണ്ട് മുകളിലൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ നോമ്പൊറ്റയും കൊണ്ട് തൊള്ളയൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കാനും പറ്റൂല. ഏതാനും ഒരു കടലാസ് പൊതിഞ്ഞിട്ട് മക്കൾക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് അവിടെ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ വരണം വിചാരിച്ചു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എന്ത് ചെയ്തെന്ന അടുപ്പിലേക്ക് തീയൂട്ടാനുള്ള സമയമായപ്പം വൈകുന്നേരം ആയപ്പം അങ്ങോട്ട് ഇറങ്ങിക്കാട്ടോ. ഒന്ന് കാര്യമായിട്ടൊന്ന് കിടക്കാനോ ഇരിക്കാനോ ഒന്നും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഓരോ കാര്യത്തിന് ഓടലാട്ടോ. വീട്ടിലത്തെ പണിയും കാര്യമായിട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഫ്രൂട്ടാട്ടോ. ഈ ടൈമിൽ ഇങ്ങനെ ഈറ്റ ഫ്രൂട്ട് ഉണ്ടാകുക എന്നല്ലാതെ ചെറിയ ആകുമ്പം തന്നെ വീണു കേട്ടോ. അതിങ്ങോട്ട് ബേഴ്സാണില്ല കേട്ടോ. ഈ മരത്തുമേൽ എന്താണെന്നറിയില്ല. അതിന് വളവും കാര്യമൊക്കെ ഞാനൊരു പണിക്കാരനെ വിളിച്ചിട്ടുണ്ട്. അയാളോട് പറഞ്ഞിട്ട് നല്ലോണം ഒരു വളവും കാര്യമൊക്കെ ഇടിപ്പിക്കുക. പിന്നെ എന്നും പത്തിരിയും ദോശയും അതും ഇതുമായിട്ട് ഒരു മടുപ്പ് തോന്നൽ തുടങ്ങിയിരിക്കണം. ഞാനിപ്പോൾ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ പൂള ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പം പൂള എവിടെയാന്ന് വെച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ വീടുകൾക്ക് പൂള ഇല്ല കേട്ടോ അവിടെ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു പൂള കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഉണ്ടോ നോക്കട്ടെ വിചാരിച്ചിട്ട് കൊത്തി നോക്കിയതായിരുന്നു കേട്ടോ. 6 മാസം കൊണ്ട് പൂള ഉണ്ടാവും, നന്നായിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് മാപ്പിള വരുന്ന ഒരു കമ്പ് ഒരാളെ കൊണ്ടുവരിപ്പിച്ച് പറഞ്ഞിട്ട് കാര്യമല്ല. ഇതിൻ്റെ നടലുകൊണ്ട് ആയിരിക്കാം കുറച്ചേ പൂള ഉണ്ടായിട്ടുള്ളൂ. ഏതായാലും വേണ്ടിയില്ല, ഞങ്ങൾക്കുള്ള പൂള ഏതായാലും ഇത് അങ്ങോട്ട് വെക്കട്ടെ വിചാരിച്ചു. അപ്പോൾ കൂടുതൽ പാചകം ചെയ്യുന്ന കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഭയങ്കര കുഴക്ക് നോമ്പ് പറ്റിയിട്ട് എന്താ അറിയില്ല. ലാസ്റ്റായിട്ടേക്ക് ഭയങ്കര ക്ഷീണവും കുഴക്കും കേട്ടോ. അങ്ങനെ എങ്ങനെയോ വെച്ചുണ്ടാക്കണ്ടേ തിന്നണ്ടേന്ന് വിചാരിച്ചിട്ട് വെക്കുക എന്നല്ലാണ്ട് എന്നെ കൊണ്ടാവണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഏതാനും ഇതാക്കുന്നതെല്ലാം കൂടി കൊത്തിയിട്ട് ഞാനിതാക്കണം വെക്കുകയാണ്. അപ്പോൾ ഉള്ളതിനനുസരിച്ച് അപ്പോൾ മക്കൾക്ക് പിന്നെ മോന് നോമ്പറക്കാൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഓൻ്റെ കൂടെ പഠിക്കുന്ന ചെക്കൻ്റെ വീട്ടിൽ നോമ്പറുണ്ട്. അപ്പോൾ ഓനോട് അവർക്ക് ചെല്ലാൻ പറഞ്ഞു മോൻ കേട്ടോ. അപ്പോൾ ഓനുണ്ടാവില്ലേലും ഞാനും മോളും പിന്നെ അമ്മക്കും അനിയനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓല് വേണമെങ്കിൽ പൂള വേറെ വേണമെങ്കിൽ ഒരു പുറത്തുനിന്ന് കഴിച്ചോട്ടെ, അല്ലെങ്കിൽ പൂളന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് തറവാട്ടിക്കും കുറച്ച് വേണം എനിക്കും. അങ്ങനെ പിന്നെ ഞാൻ ഏതാനും ചത്ത് കേട്ടോ. അപ്പം കണ്ടിട്ടൊക്കെ നല്ല പൂളയും, പക്ഷെ അത് വേവിച്ചപ്പോൾ വലിയൊരു കാരണം കുറേ എന്തായിട്ട് 6 മാസത്തിലേറെ ആയിട്ടുണ്ട് കേട്ടോ. അത് എനിക്കൊന്ന് 1 വർഷത്തിലേറെ ആയിട്ടുണ്ട്. എന്നിട്ടാണോ എന്തുകൊണ്ടാണ് വലിയൊരു വേവില്ല, നല്ല രസമുള്ള. ഇതിൻ്റെ മുമ്പൊക്കെ വെച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് വെച്ചപ്പോൾ എന്ന് വെച്ചാൽ അങ്ങോട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുക്കറിൽ വെക്കാനാണെങ്കിൽ വേവ് വിചാരിച്ചിട്ട് കുക്കറിൽ വെച്ചോയില്ല കേട്ടോ. ഏതാനും അതിൻ്റെ തോലൊക്കെ വെച്ചിട്ട് വേഗം അടുപ്പത്തൊക്കെ അങ്ങോട്ട് വെക്കട്ടെ വിചാരിച്ച്. പിന്നെ വെച്ചാൽ ഇവിടെ കാക്കക്കും കാക്കൻ്റെ ഫാമിലിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ പൂള എന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ പൂള ഇഷ്ടമില്ല കേട്ടോ. പിന്നെ എനിക്ക് നല്ലോണം വെന്തിട്ട് അതിലൊക്കെ മത്തിക്കറിയൊക്കെ പറഞ്ഞിട്ട് തിന്നുകയാണെങ്കിൽ ഇഷ്ടമൊക്കെയാണ്, എന്നാലും നല്ല ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഹസ്ബൻഡിൻ്റെ പിന്നെ ജ്യേഷ്ഠനും അനിയനും ഒക്കെ കൊടുത്താൽ മൂക്കറ്റം തിന്നിട്ടോ പൂള. ഓലൊക്കെ പൂളൻ്റെ നുണയന്മാരാട്ടോ. എനിക്ക് പിന്നെ പണ്ടേ അങ്ങനത്തെ പൂള ചേമ്പ് അങ്ങനത്തേനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഇവർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കാക്കക്കൊക്കെ പൂള അങ്ങോട്ട് വെച്ചിട്ട് മൂക്കറ്റം തിന്നും. ആ ഒരു ശീലം മോനും ഉണ്ട് കേട്ടോ. ഓനും ഭയങ്കര ഇഷ്ടമാണ് പൂള. അതിനെന്തേത്തപ്പം ടേസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കും. ഈ പൂളമ്മേൽ എന്തേത്തപ്പോൾ ഉള്ളതെന്ന് വിചാരിക്കും. ഇവർക്ക് ഇങ്ങനെ മൂക്കറ്റം തിന്നാൻ. ഏതാനും എനിക്ക് വലിയ പിടുത്തല്ല പൂളനോട് കേട്ടോ. അപ്പോൾ പൂള ഇഷ്ടമുള്ളവരൊന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക കേട്ടോ. അപ്പം ഏതാനും ഇതൊക്കെ അടുപ്പത്തിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ നല്ല മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മത്തി മുളകും അങ്ങോട്ട് ഇട്ടിട്ട് ഇതിന് മത്തിയും പൂളയും ആയിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ പ്രത്യേകിച്ച് നോമ്പുറക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നു. നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളത്തെ വിശേഷങ്ങളുമായി പിന്നെ കാണാം. ഒക്കെ കൂടെ കൂടിയാൽ നഷ്ടമൊന്നും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.